എയുടെ ലോകത്ത് ഏറ്റവും വലിയ ഷിഫ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഫ്രം ജനറേറ്റീവ് AI ടു ഏജന്റ് AI. ലെറ്റ്സ് ടേക്ക് ഫോർ ഇൻസ്റ്റൻസ് ഒരു അഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ജനറേറ്റീവ് AIക്ക് തന്നെ ആക്ച്വലി എന്തുണ്ട്, അത് എല്ലാവിധ ലീഗൽ സിസ്റ്റത്തിനെയും അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ലോയർ ഓൺ യുവർ ബിഹാഫ്. അത്രയും പവർഫുൾ ആണ്. നൗ ഇമാജിൻ അത് തന്നെ ഒരു ലോയറായിട്ട് ഒരു കേസ് എടുത്ത് അത് ഹാൻഡിൽ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു ജഡ്ജിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് ആലോചിച്ച് നോക്കിയേ. വിച്ച് മീൻസ് ഒരു ലോയർ എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ അത് ഇല്ലാണ്ടാക്കും. സിമിലർലി ഒരു അക്കൗണ്ടന്റ്, ലെറ്റ്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുന്ന എല്ലാ ജോലികളും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഏജന്റിന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തി ചെയ്യുന്ന അതിന്റെ എത്രയോ മടങ്ങ് ടാസ്കുകൾ അതിനേക്കാളും കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇതിന് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ലിറ്ററലി ഇനി കമ്പനീസിനകത്തൊക്കെ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് IT ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതായത് AI ഏജൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. വിച്ച് മീൻസ് ഓൾമോസ്റ്റ് എവറി ജോബ് നമ്മൾ ഇന്ന് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ജോബിനെയും ശരിക്ക് ഏജന്റ് ആയി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് ഡെഫിനറ്റ്ലി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ആൻഡ് ദെൻ അതിന്റെ അടുത്തൊരു സ്റ്റേജ് ആയിരിക്കും ഈ ഫിസിക്കൽ AI എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി ഫിസിക്കലി ഉള്ളൊരു AI സിസ്റ്റംസ്, ലെറ്റ്സ് റോബോട്ട്സും മറ്റുമൊക്കെ ഈ പറയുന്ന ഏജന്റിന്റെ കണക്കിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മുന്നിൽ നമ്മൾ കാണാൻ തുടങ്ങാൻ. ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി ഫാർ. അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്.